പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. വിശുദ്ധ ഖുർആൻ എന്ന അനുപമ വിജ്ഞാനത്തിന്റെ വാതിൽ പ്രേക്ഷകർക്ക് മുന്നിൽ പ്രയാണം തുടരുകയാണ്. പീസ് റേഡിയോ അന്നൂർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹാബത്തിഹി വമൻ വാലാഹ് വബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, അന്നൂർ തഫ്സീർ ക്ലാസ്സുകളിൽ നമ്മൾ സൂറത്തുൽ ബഖറയിലെ 164 വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ദൃഷ്ടാന്തങ്ങളായി എണ്ണിയ അഞ്ചാമത്തെ കാര്യമാണ് പഠിക്കുകയുണ്ടായത്. വമാ അൻസലല്ലാഹു മിനസ്സമാഇ മിൻ മാഇൻ എന്ന ഭാഗം. ഇനി നമ്മൾ തുടർന്ന് പഠിക്കുന്നത് ആറാമത്തെ ദൃഷ്ടാന്തമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഫഅഹ്യാ ബിഹിൽ അർദ ബഅദ മൗതിഹാ. ഭൂമി നിർജീവമായതിനു ശേഷം അത് ജീവസുറ്റതാകുന്ന ദൃഷ്ടാന്തമാണ് ഇവിടെ പ്രതിപാദ്യം. ഫഅഹ്യാ ബിഹി അൽ അർദ. അല്ലാഹു സുബ്ഹാനഹു വ തആല മുകിലുകളിൽ നിന്ന് മീതെ നിന്ന് മഴയെ വർഷിപ്പിക്കുന്നു. അതിലൂടെ അതിനെ തുടർന്ന് അഹ്യാ ബിഹി, അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിപ്പിക്കുന്നു അൽ അർദ, ഭൂമിയെ, ബഅദ മൗതിഹ, അതിൻ്റെ നിർജീവതക്കപ്പുറം. മഴയും വെള്ളവും അതിന് മാ ഉൽ ഹയാത്ത് എന്ന് പറയും. അതിലൂടെയാണ് ജീവൻ. ഒരു കവിതയിൽ കാണാം, ഫകുൻ റജുലൻ റിജ്ലുഹു ഫിസ്സറ വഹിമ്മതുഹു ഫിഹാമി സുറയ്യ ഫഇന്ന ഇറാഖത മാഇൽ ഹയാ ദൂന ഇറാഖതി മാഇൽ മുഹയ്യ എന്ന്. കവി പറയുന്നത്, നീ ഒരു വ്യക്തിയാകണം, അവൻ്റെ കാല് മണ്ണിലാണെങ്കിലും അവൻ്റെ ഹിമ്മത്ത്, ലക്ഷ്യം, ഫിഹാമി സുറയ്യ, കാർത്തിക നക്ഷത്രത്തിൻ്റെ നെറുകയിലാണ്, ഉന്നതികൾ എത്തിപ്പിടിക്കലാണ് എന്ന അർത്ഥത്തിൽ. ഫഇന്ന ഇറാഖത മാഇൽ ഹയാ ദൂന ഇറാഖതി മാഇൽ മുഹയ്യ. കാരണം ജീവൻ ഹനിക്കപ്പെടലാണ് അഭിമാനം ഹനിക്കപ്പെടുന്നതിനേക്കാൾ നിസ്സാരമായത്. എന്ന് പറഞ്ഞാൽ അഭിമാനമാണ് വലുത്, ജീവനല്ല. അഭിമാനം നീ അങ്ങനെ കാത്തു സൂക്ഷിക്കണം എന്നാണ്. ഇവിടെ മാ ഉൽ ഹയാ, മാ ഉൽ മുഹയ്യ, ജീവിതത്തെ മാ ഉൽ ഹയാ എന്നാണ് പറഞ്ഞത്, അഭിമാനത്തെ മാ ഉൽ മുഹയ്യ എന്നാണ് പറഞ്ഞത്. ഞാനിത് കൊണ്ടുവന്നത് മഴയും വെള്ളവും അതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവനറ്റതിനെ ജീവനുറ്റതാക്കുന്നു, ജീവിതത്തിന് തന്നെ അല്ലാഹു മാ ഉൽ ഹയാ എന്ന് പ്രയോഗിച്ചു എന്നത് മനസ്സിലാക്കാനാണ്. ഭൂമി മഴയിലൂടെ സജീവമാകുന്നു. അല്ലാഹു പറഞ്ഞില്ലേ, അലം തറ അന്നല്ലാഹ അൻസല മിനസ്സമാഇ മാഅൻ ഫതുസ്ബിഹുൽ അർദു മുഖ്ദറ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശത്തിൽ നിന്ന് മീതെ നിന്ന് മഴയെ വർഷിപ്പിക്കുന്നു, അതിലൂടെ ഭൂമി പച്ച പിടിച്ചതായി തീരുന്നു. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഫഅഹ്യാ ബിഹിൽ അർദ ബഅദ മൗതിഹ, ഭൂമിയുടെ മൗത്തിനിപ്പുറം ഭൂമിയെ ജീവിപ്പിക്കുന്നു എന്ന് പറഞ്ഞു. സൂറത്ത് ഹജ്ജിൽ നമ്മൾ കേട്ട ഈ 63 വചനം ഭൂമിയെ പച്ച പിടിപ്പിച്ചതാക്കുന്നു, സസ്യ ശ്യാമള കോമളമാക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ താല്പര്യം. ഇഹ്യാ ഉൽ മവാത്ത് എന്ന് പറയും, നിർജീവമായതിനെ ജീവിപ്പിക്കുക എന്നതിന്. കർമ്മശാസ്ത്രത്തിൽ ഇങ്ങനെ ഒരു അധ്യായമുണ്ട്, ഇഹ്യാ ഉൽ മവാത്ത്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയെ സജീവമാക്കുന്ന വിഷയമല്ല, നിർജീവമായി ആരും ഉടമപ്പെടുത്താത്ത ഇടങ്ങളെ കൃഷിയോഗ്യമാക്കുകയും വാസയോഗ്യമാക്കുകയും ചെയ്യുന്ന വിഷയമാണ്. ഫദാല ഇബ്നു ഉബൈദ് നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ അർദു അർദുല്ലാഹ് വൽ ഇബാദു ഇബാദുല്ലാഹ്. ഭൂമി അല്ലാഹുവിൻ്റെ ഭൂമിയാണ്, അടിയാറുകൾ അല്ലാഹുവിൻ്റെ അടിയാറുകളാണ്. വമൻ അഹ്യാ അർദൻ മൈതതൻ ഫഹിയ ലഹു. നിർജീവമായൊരു മണ്ണിനെ ആരെങ്കിലും സജീവമാക്കിയാൽ ആ ഇടം അവനുള്ളതാണ്. അതേപോലെ മറ്റൊരു ഹദീസിൽ കാണാം, മൻ അഹ്യാ അർദൻ മയ്യിതതൻ ഫഹിയ ലഹു വലൈസ ലിഇർഖിൻ ദാലിമിൻ ഹഖ്ഖുൻ. മയ്യിതതായ ഒരു സ്ഥലത്തെ എന്ന് പറഞ്ഞാൽ ആളുടമപ്പെടുത്താത്ത, ആരും കൃഷിയോ മറ്റോ ഇറക്കാത്ത ഒരു നിർജീവ സ്ഥലം, അതിനെ ഒരാൾ കൃഷിയോഗ്യമാക്കി വാസയോഗ്യമാക്കിയാൽ ആ ഇടം അയാൾക്കുള്ളതാണ്. വലൈസ ലിഇർഖി ദാലിമിൻ ഹഖ്ഖുൻ. തൻ്റേതല്ലാത്തത് മറ്റൊരാളുടേത് കവർന്നെടുത്ത ഒരു അക്രമി, അയാൾക്ക് ആ സ്വത്തിൽ ഒരവകാശവുമില്ല. ഇതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. ആരോരും ഉടമപ്പെടുത്താത്ത വിജന സ്ഥലങ്ങളെ ആളുകളോ ഗവൺമെന്റോ ഒന്നും ഉടമപ്പെടുത്താത്ത ഇടങ്ങളെ ആളുകൾ കൃഷിയോഗ്യമാക്കുകയാണ്. അവിടെ കൃഷിയോ ഉൽപാദനമോ ഒന്നുമില്ല.
സസ്യലതാദികളൊന്നുമില്ല. അപ്പോൾ അത്തരം നാടുകളെ, സ്ഥലങ്ങളെ സസ്യങ്ങൾ വെച്ച് പിടിപ്പിച്ച് കൃഷിയോഗ്യമാക്കിയാൽ, ചില ഹദീസുകളിൽ കാണാം മൻ ഹഫറ ബിറൻ ഫലഹു 40 ദിറാഅൻ അതനൻ ലിമാഷിയതിഹി എന്നാണ്. ഇത്തരം ആളുകൾ ഉടമപ്പെടുത്താത്ത വിജന സ്ഥലങ്ങൾ, അവിടെ വല്ലവരും ഒരു കിണർ കുഴിച്ചിട്ടുണ്ട് എങ്കിൽ ആ കിണറിന്റെ പരിസരങ്ങൾ 40 മുഴം ആ കിണർ കുഴിച്ച വ്യക്തിക്ക് തന്റെ കാലികളെ മേക്കാനും നോക്കാനുമുള്ള സ്ഥലമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ഈ നിർജീവമായ സ്ഥലങ്ങളെ കൃഷി ചെയ്തും സസ്യലതാദികൾ വെച്ചു പിടിപ്പിച്ചും സജീവമാക്കുക എന്നുള്ള വിഷയം അത് ഫിഖ് കിതാബുകളിൽ, കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ നമ്മൾ പഠിപ്പിക്കപ്പെടുന്ന ഒരധ്യായമാണ്. ഇവിടെ അതല്ല വിഷയം. നമ്മൾ കൃഷിയോഗ്യമാക്കുന്നുവെങ്കിൽ അത് മേലായവൻ കനിഞ്ഞ വെള്ളം ഉപയോഗിച്ചും അവൻ നൽകിയ വിത്തും തയ്യും ഒക്കെ ഉപയോഗിച്ചുമാണ്. ഇവിടുത്തെ വിഷയം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇല്ലായ്മക്ക് അപ്പുറം ഉണ്മ പകരുന്നതാണ്, നിർജീവതക്കപ്പുറം സജീവത പകരുന്നതാണ്. അല്ലാഹു പറഞ്ഞില്ലേ, വതറൽ അർദ ഹാമിദതൻ ഫൈദാ അൻസൽനാ അലൈഹൽ മാഅ ഇഹ്തസ്സത് വറബത് വഅംബതത് മിൻ കുല്ലി സൗജിൻ ബഹീജ് എന്ന്. വതറൽ അർദ ഹാമിദതൻ, ഭൂമിയെ വരണ്ട് നിർജീവമായി നിനക്ക് കാണാം. ഫഇദാ അൻസൽനാ അലൈഹൽ മാഅ ഇഹ്തസ്സത്, നാം അതിൽ മഴ വർഷിപ്പിച്ചാൽ നിർജീവമായ ഭൂമി ഇളകുന്നു. വറബത്, അത് വളരുന്നു, വികസിക്കുന്നു. വഅംബതത് മിൻ കുല്ലി സൗജിൻ ബഹീജ്, പിന്നീട് കൗതുകം ജനിപ്പിക്കുന്ന എല്ലാവിധ സസ്യലതാദികളെയും മുളപ്പിക്കുകയും ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല മഴ വർഷിപ്പിച്ച് ഭൂമിയെ നിർജീവതക്കപ്പുറം അനക്കുകയും അതിൽ ജീവൻ പായിക്കുകയും വികസിപ്പിക്കുകയും വിത്തുകളെയും മുളകളെയും ഭൂമിയെ അനക്കി ഇളക്കി പുറത്തു കൊണ്ടുവരികയും ചെയ്യുന്ന പ്രവൃത്തി, ഭൂമി സജീവമാകുന്നത് അള്ളാഹുവിൻ്റെ വലിയ ദൃഷ്ടാന്തമാണ് ചിന്തിക്കുന്നവർക്ക് എന്നാണ് ഈ വചനം നമ്മളോട് പറയുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആലാൻ്റെ റഹ്മത്തിനെ, കാരുണ്യത്തെ, ഹിക്മത്തിനെ, യുക്തിയെ, അതേപോലെ അള്ളാഹുവിൻ്റെ ഖുദ്റത്ത്, കഴിവിനെ ഒക്കെ ഈ ഒരു പ്രവൃത്തി അറിയിക്കുന്നു. ദൃഷ്ടാന്തങ്ങൾ അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ വിഷയത്തിൽ, അള്ളാഹുവിൻ്റെ ഹിക്മത്തിൻ്റെ വിഷയത്തിൽ, അള്ളാഹുവിൻ്റെ ഖുദ്റത്തിൻ്റെ വിഷയത്തിൽ തെളിയുന്നു. നമ്മൾ ഈ ഒരു വിഷയത്തിലേക്ക് സൂക്ഷ്മമായി മനസ്സ് നട്ടാൽ, കണ്ണ് നട്ടാൽ, ഫൻദുർ ഇലാ ആസാരി റഹ്മത്തില്ലാഹ് കൈഫ യുഹ്യിൽ അർദ ബഅദ മൗതിഹാ, അള്ളാഹുവിൻ്റെ റഹ്മത്ത്, കാരുണ്യമാകുന്ന മഴയുടെ അസറുകളിലേക്ക് നോക്കൂ, അടയാളങ്ങളിലേക്ക് നോക്കൂ. കൈഫ യുഹ്യിൽ അർദ ബഅദ മൗതിഹാ, ഭൂമി നിർജീവമായതിന് ശേഷം അള്ളാഹു എങ്ങനെയാണ് ഭൂമിയെ ജീവിപ്പിക്കുന്നത്, സജീവമാക്കുന്നത് എന്ന് സൂറത്ത് റൂമിൻ്റെ 50 അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്. പണ്ഡിതന്മാർ പറയുകയാണ്, ഫൈദാ കാനത്തിൽ അർദുൽ ഖാശിയത്തുൽ ഖാലിയത്തു മിൻ കുല്ലി നബ്തിൻ, ഒരു മണ്ണ് അത് നിശ്ചലമാണ്, സസ്യലതാദികളിൽ നിന്ന് മുക്തവുമാണ്. ഇദാ അൻസലല്ലാഹു അലൈഹൽ മതർ, അങ്ങനെയുള്ള ഒരു സ്ഥലത്തേക്ക് അള്ളാഹു മഴയെ പെയ്യിച്ചാൽ, ഇഹ്തസ്സത്, മഴ തട്ടുന്നതോടുകൂടി ആ മണ്ണ് അനങ്ങുന്നു. വറബത്, അത് വികസിക്കുന്നു. വഅംബതത് മിൻ കുല്ലി സൗജിൻ ബഹീജ്, കൗതുകം ജനിപ്പിക്കുന്ന സസ്യലതാദികളാൽ അവിടം മുള പൊട്ടുന്നു. വഖ്തലത നബ്തുഹ, സസ്യലതാദികൾ കൂടി കലർന്ന് വളരുന്നു. വകസറത് അസ്നാഫുഹു വമനാഫിഉഹു, ഈ സസ്യലതാദികളുടെ വർഗങ്ങൾ പലതായി വർദ്ധിക്കുന്നു, അതിൻ്റെ ഉപയോഗങ്ങളും ഉപകാരങ്ങളും വർദ്ധിക്കുന്നു. ജഅലഹുല്ലാഹു മിൻ അഅ്ളമിൽ അദില്ലത്തി ദാല്ലത്തി അലാ സഅതി റഹ്മതിഹി വകമാലി ഖുദ്റതിഹി, ഈ ഒരു പ്രക്രിയ, മഴക്കപ്പുറം ഭൂമി സസ്യലതാദികളാൽ പച്ചപിടിക്കുന്ന ഈ ഒരു പ്രക്രിയ, അതിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ആക്കി തീർത്തു. അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ വൈപുല്യം, അള്ളാഹുവിൻ്റെ കഴിവിൻ്റെ പൂർണ്ണത, ഇതിനുള്ള ഏറ്റവും വലിയ തെളിവാക്കി അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെ നിശ്ചയിച്ചു എന്നാണ്. ഇതൊരു വലിയ പ്രമാണമാണ്, ചിന്തിക്കുന്നവർക്ക് വലിയ ദൃഷ്ടാന്തമാണ്. ഭൂമിയുടെ ഈ ഒരു സജീവത, അത് നിർജീവമായതിനു ശേഷം, അതും മഴയേറ്റതിൽ പിന്നെ. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആവർത്തിച്ച് പറഞ്ഞ ഒരു വിഷയവും ദൃഷ്ടാന്തവുമാണിത്. വമാ അൻസലല്ലാഹു മിനസ് സമാഇ മിർ റിസ്ഖിൻ ഫഅഹ്യാ ബിഹിൽ അർദ ബഅദ മൗതിഹാ, മീതെ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല റിസ്ഖിനെ അവതരിപ്പിച്ചു. ഇവിടെ റിസ്ക് എന്ന് പറഞ്ഞാൽ റിസ്കിന് കാരണമാക്കിയ മഴയാണ്. അതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയെ ബഅദ മൗതിഹ, നിർജീവതക്കപ്പുറം ജീവിപ്പിച്ചു എന്നുള്ളതാണ്. ഇത് സൂറത്തുൽ ജാസിയയുടെ തുടക്കത്തിൽ അള്ളാഹു പറഞ്ഞതാണ്. സൂറത്ത് ഫാത്തിറിൻ്റെ 9 അള്ളാഹു പറഞ്ഞത്, വല്ലാഹു അല്ലദീ അർസല റിയാഹ ഫതുസീറു സഹാബൻ ഫസുഖ്നാഹു ഇലാ ബലദിൻ മയ്യിത് ഫഅഹ്യൈനാ ബിഹിൽ അർദ ബഅദ മൗതിഹാ. ആശയം ഈ പറഞ്ഞത് തന്നെ. സൂറത്ത് നഹ്ലിൻ്റെ 65 വല്ലാഹു അൻസല മിനസ് സമാഇ മാഅ ഫഅഹ്യാ ബിഹിൽ അർദ ബഅദ മൗതിഹാ. സൂറത്ത് റൂമിൽ 2 തവണ
യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിതി വയുഖ്രിജുൽ മയ്യിത മിനൽ ഹയ്യ് വയുഹ്യിൽ അർദ ബഅദ മൗതിഹാ വകദാലിക തുഖ്റജൂൻ. ഇതൊരിടത്ത്. മറ്റൊരിടത്ത് വമിൻ ആയാതിഹി യുരീകുമുൽ ബർഖ ഖൗഫൻ വതമഅ വയുനസ്സിലു മിനസ് സമാഇ മാഅൻ ഫയുഹ്യി ബിഹിൽ അർദ ബഅദ മൗതിഹാ ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമിൻ യഅഖിലൂൻ. ചിന്തിക്കുന്ന ജനതക്ക് ദൃഷ്ടാന്തങ്ങൾ ഇതിൽ ഉണ്ട് തീർച്ച എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല തുടർന്ന് പറയുകയാണ്. സൂറത്ത് ഹദീദിൽ ഇഅ്ലമൂ അന്നല്ലാഹ യുഹ്യിൽ അർദ ബഅദ മൗതിഹാ ഖദ് ബയ്യന്നാ ലകുമുൽ ആയാതി ലഅല്ലകും തഅഖിലൂൻ. നോക്കൂ നിങ്ങൾ, വ്യത്യസ്ത ശൈലിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു യാഥാർത്ഥ്യത്തെ ദൃഷ്ടാന്തമായി ഉണർത്തുകയാണ് വിവിധ വചനങ്ങളിൽ. മറ്റു പല വചനങ്ങളും എങ്ങനെയാണ് ഈ ദൃഷ്ടാന്തം എന്നുകൂടി വ്യക്തമാക്കും വിധാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എങ്ങനെയാണ് മഴയിലൂടെ നിർജീവമായ മണ്ണിനെ സജീവമാക്കുന്നത്. ഫതുസ്ബിഹുൽ അർദു മുഖ്ദറതൻ എന്ന് പറഞ്ഞില്ലേ, ഭൂമി പച്ചയേറ്റതാകുന്നു എന്ന് പറഞ്ഞില്ലേ. എങ്ങനെയാണ് ഭൂമി സസ്യശ്യാമളമാകുന്നത്? ആ വിഷയത്തിലും വചനങ്ങൾ പലത് നമ്മൾ വിശുദ്ധ ഖുർആനിൽ വായിക്കുന്നു. ദൃഷ്ടാന്തങ്ങൾ അതിൽ എങ്ങനെയെന്ന് നമ്മൾ പഠിക്കുന്നതിന് വേണ്ടി സൂറത്ത് യാസീനിൽ വആയത്തുൻ ലഹുമുൽ അർദുൽ മൈതതു അഹ്യൈനാഹാ വഅഖ്റജ്നാ മിൻഹാ ഹബ്ബ ഫമിൻഹു യഅകുലൂൻ وجعلنا فيها جنات من نخيل وأعناب وفجرنا فيها من العيون ليأكلوا من ثمره وما عملته أيديهم أفلا يشكرون سبحان الذي خلق الأزواج كلها مما تنبت الأرض ومن أنفسهم ومما لا يعلمون وآية لهم അവർക്ക് ദൃഷ്ടാന്തമാണ്. ആര്? അൽ അർദുൽ മൈതതു, നിർജീവമായ മണ്ണ്. അഹ്യൈനാഹ, നാം അതിനെ ജീവസുറ്റതാക്കുന്നു. അതെങ്ങനെ? അള്ളാഹു മഴ കനിഞ്ഞതിൽ പിന്നെ മറ്റു വചനങ്ങൾ അറിയിച്ചതുപോലെ. പിന്നെ അള്ളാഹു പറയുകയാണ് വ അഖ്റജ്നാ മിൻഹാ ഹബ്ബൻ ഫമിൻഹു യഅകുലൂൻ. ധാന്യങ്ങളെ ആ മണ്ണിൽ നിന്ന് നാം ഉൽപ്പാദിപ്പിക്കുന്നു, അതിൽ നിന്നാണ് ആളുകൾ തിന്നുകൊണ്ടിരിക്കുന്നത്. വജഅൽനാ ഫീഹാ ജന്നാത്തിൻ മിൻ നഖീൽ, നിർജീവമായ ഭൂമിയിൽ ഈത്തപ്പനകളുടെ തോട്ടങ്ങളെ നാം പടച്ചു. വ അനാബിൻ, മുന്തിരികളുടെയും. അതേപോലെ വ ഫജ്ജർനാ ഫീഹാ മിനൽ ഉയൂൻ, ആ തോട്ടങ്ങളിൽ ആ മണ്ണിൽ അരുവികളെ നാം നിർഗളിപ്പിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല എങ്ങനെയാണ് നിർജീവമായ മണ്ണിനെ ജീവിപ്പിക്കുന്നത്, അതിലെ ദൃഷ്ടാന്തങ്ങൾ എന്തൊക്കെ എന്നുള്ളത് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, പഠിപ്പിക്കുകയാണ്. വഫിൽ അർളി ഖിതഉൻ മുതജാവിറാത്തുൻ വജന്നാത്തുൻ മിൻ അഅനാബിൻ വസർഉൻ വനഖീലുൻ സിൻവാനുൻ വഗൈറു സിൻവാൻ യുസ്ഖാ ബിമാഇൻ വാഹിദിൻ വനുഫദ്ദിലു ബഅദഹാ അലാ ബഅദിൻ ഫിൽ ഉകുൽ ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമിൻ യഅഖിലൂൻ. ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തങ്ങൾ, അതാണല്ലോ നമ്മുടെ ആയത്തിൻ്റെ വിഷയം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയെ നിർജീവതക്കപ്പുറം സജീവമാക്കുമ്പോൾ അതിലെ ദൃഷ്ടാന്തങ്ങൾ ഉണർത്തുകയാണ് ഈ ആയത്ത്. സൂറത്തുർ റഅദിലെ വചനമാണിത്. വഫിൽ അർളി ഖിതഉൻ മുതജാവിറാത്തുൻ, ഭൂമിയിൽ തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇടങ്ങൾ. വജന്നാത്തുൻ മിൻ അഅനാബിൻ, മുന്തിരികളുടെ തോട്ടങ്ങൾ. വസർഉൻ, കൃഷികളുടെയും. വനഖീലുൻ സിൻവാനും വഗൈറു സിൻവാൻ, ഒരു മുരട്ടിൽ നിന്ന് വിവിധ ശാഖകളായി വരുന്ന ഈത്തപ്പനകൾ. വേറെ വേറെ മുരട്ടിൽ നിന്ന് വേറെ വേറെ വളരുന്ന ഈത്തപ്പനകൾ. ഇതൊക്കെ യുസ്ഖാ ബിമാഇൻ വാഹിദിൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിക്കുന്ന ഒരേ വെള്ളം കൊണ്ടാണ് കുടിപ്പിക്കപ്പെടുന്നത്. എല്ലാത്തിനും കുടിക്കാൻ, നനക്കാൻ, ശ്വസനത്തിന് ഒരു വെള്ളമാണ്. പക്ഷേ വനുഫദ്ദിലു ബഅദഹാ അലാ ബഅദിൻ ഫിൽ ഉകുൽ, ഈ തോട്ടങ്ങളും കൃഷികളും ഈത്തപ്പനകളും കനിയുന്ന ഫലങ്ങൾ, വിളകൾ, കായ്ക്കനികൾ, ഉൽപ്പന്നങ്ങൾ അത് വ്യത്യസ്തങ്ങളാണ്. അതിലേക്ക് പെയ്യുന്ന മഴ, വെള്ളം ഒന്നാണ്, കുടിപ്പിക്കപ്പെടുന്ന വെള്ളം ഒന്നാണ്, പക്ഷേ ഉൽപാദനങ്ങളോ വ്യത്യസ്തങ്ങളാണ്. ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമിൻ യഅഖിലൂൻ, ചിന്തിക്കുന്ന ജനങ്ങൾക്ക് ഇതിൽ ദൃഷ്ടാന്തങ്ങൾ പലതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല തീർച്ചപ്പെടുത്തി ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഴയിലൂടെ ഭൂമിയെ സജീവമാക്കുമ്പോൾ അതിൽ ദൃഷ്ടാന്തങ്ങൾ എങ്ങനെ? ഇത്തരം വചനങ്ങളാണത് നമ്മളോട് പറയുന്നത്. കവി പറഞ്ഞില്ലേ, അജായിബു ലാ തൻതഹി ഫിൻ നബാതി തദുല്ലു അലൽ ഖാലിഖിൽ മുഖ്തദിർ. സസ്യലതാദികളിൽ നിലക്കാത്ത അത്ഭുതങ്ങളാണ്. ഈ അത്ഭുതങ്ങളൊക്കെയും അറിയിക്കുന്നത് എല്ലാത്തിനും കഴിവുറ്റ ഒരു സൃഷ്ടാവിനെയാണ്. ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി സസ്യലതാദികളുടെ പ്രത്യേകതകൾ, അതിലുള്ള പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങൾ പലതെണ്ണിയത് നമ്മൾ ഇപ്രകാരം വായിക്കും. ഫഹാദൻ നബാതു യുഗദി, ചില സസ്യങ്ങൾ ഭക്ഷണമാണ്, പോഷകമാണ്. വഹാദ യുസ്ലിഹുൽ ഗിദ, എന്നാൽ മറ്റു സസ്യങ്ങൾ അത് പോഷണത്തിന്, ഭക്ഷണത്തിന് മാറ്റുകൂട്ടാനും മേന്മ കൂട്ടാനുമാണ്. കറിവേപ്പില പോലെ ഉള്ള ചെടികൾ. വഹാദ യുനഫിദുഹു വഹാദ യുദ്ഇഫ്, ചിലത് പോഷകങ്ങളെ എത്തിക്കാനാണ്, ചിലത്
പോഷകത്തെ പരിമിതപ്പെടുത്താനാണ്. വഹാദ സുമ്മുൻ ഖാത്തിൽ, ചില സസ്യങ്ങൾ അത് വിഷമാണ്, ആളെ കൊല്ലുന്ന വിഷം. വഹാദ ഷിഫാഉ മിനസ്സും, എന്നാൽ മറ്റു ചില സസ്യങ്ങൾ വിഷത്തിൽ നിന്ന് സൗഖ്യം പകരാനാണ്, സുരക്ഷയാണ്. വഹാദ യുംരിദ്, ചില സസ്യങ്ങൾ രോഗമുണ്ടാക്കും. വഹാദ ദവാഉ മിനൽ മറദ്, മറ്റു സസ്യങ്ങൾ രോഗത്തിൽ നിന്ന് മരുന്നാണ്. വഹാദ യുബ്രിദ് വഹാദ യുസഖിൻ, ചില സസ്യങ്ങൾ തണുക്കാനാണ്, മറ്റു ചില സസ്യങ്ങൾ ചൂടാക്കാനാണ്. വഹാദ ഇദാ ഹസല ഫിൽ മഇദതി ഖമഅ സഫ്റാഅ മിൻ അമാഖിൽ ഉറുഖ്, ചില സസ്യങ്ങൾ ആമാശയത്തിൽ എത്തിയിട്ടുണ്ട് എങ്കിൽ പിത്തരസത്തെ ഇല്ലാതാക്കും. വഹാദ ഇദാ ഹസല ഫീഹ വലദ സഫ്റാഅ വസ്തഹാല ഇലൈഹ, മറ്റു ചിലത് ആമാശയത്തിൽ എത്തിയിട്ടുണ്ട് എങ്കിൽ പിത്തരസം ജനിപ്പിക്കും, അല്ലെങ്കിൽ അതിലേക്ക് ആ സസ്യം മാറും. വഹാദ യദ്ഫഉൽ ബൽഗമ വസ്സൗദ, ചിലത് കഫങ്ങളെ ചെറുക്കാനാണ്, പിത്തരസത്തെയും ചെറുക്കാനാണ്. വഹാദ യസ്തഹീലു ഇലൈഹിമ, ചില സസ്യങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് പിത്തരസമുണ്ടാക്കുകയും അതേപോലെ കഫം ജനിപ്പിക്കുകയും ചെയ്യും. വഹാദ യുഹീജുദ്ദം, ചിലത് രക്തം ഇളക്കും. വഹാദ യുസ്കിനു, മറ്റ് ചിലത് രക്തത്തെ അടക്കും. വഹാദ യുനവ്വിം, ചില സസ്യങ്ങൾ കഴിച്ചാൽ ഉറക്കമുണ്ടാക്കും. വഹാദ യംനഉന്നൗം, മറ്റ് ചിലത് കഴിച്ചാൽ ഉറക്കം ചെറുക്കും, ഉറക്കം നഷ്ടമാക്കും. വഹാദ യുഫ്രിഹ് വഹാദ യുജ്ലിബുൽ ഗം, ചിലത് സന്തോഷം ജനിപ്പിക്കും, മറ്റ് ചിലത് സന്താപം ജനിപ്പിക്കും. ഇലാ ഗൈരി ദാലിക മിൻ അജായിബിൻ നബാത്ത്, ഇങ്ങനെ തുടങ്ങി സസ്യലതാദികളിലെ അത്ഭുതങ്ങൾ. അല്ലത്തി ലാ തകാദു തഖ്ലു വറഖത്തും മിൻഹു വലാ ഇർഖുൻ വലാ സമറത്തും മിൻ മനാഫിഅ, സസ്യങ്ങൾ എന്ന് പറഞ്ഞാൽ അതിലെ ഒരു ഇല പോലും, അല്ലെങ്കിൽ അതിൻ്റെ ഒരു വേര്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു കായ്, ഫലം, അത് മുക്തമല്ല മിനൻ മനാഫിഅ, ഫല ഗുണങ്ങളാൽ, ഫലങ്ങളാൽ. തഅജുസു ഉഖൂലുൽ ബശർ അനിൽ ഇഹാതതി ബിഹാ വതഫ്സീലിഹ, ഈ സസ്യങ്ങളുടെ ഇലകൾ, മൂലങ്ങൾ, ഫലങ്ങൾ, അതിലേക്കുള്ള ഉപകാരങ്ങളെ അളക്കാനും അതിൻ്റെ വിശദീകരണം എത്തിപ്പിടിക്കാനും മനുഷ്യബുദ്ധി അശക്തമാണ് എന്നാണ് പലതെണ്ണിയതിനു ശേഷം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്. ഞാനിവിടെ ഇത് ഉദ്ധരിച്ചത്, അല്ലാഹു സുബ്ഹാനഹു വ തആല മീതെ നിന്ന് മഴ പെയ്യിപ്പിക്കുന്നു. ആ മഴയിലൂടെ നിർജ്ജീവമായ നാടിനെ സസ്യലതാദികൾ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സജീവമാക്കുന്നു. അതിൽ വലിയ ദൃഷ്ടാന്തങ്ങളുണ്ട് എന്നാണല്ലോ നമ്മുടെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ആ ദൃഷ്ടാന്തങ്ങൾ എങ്ങനെ, അത് ബോധ്യപ്പെടുന്നതിന് വേണ്ടിയാണ്. വഹുവല്ലദീ അൻശഅ ജന്നാതിൻ മഅറൂശാതിൻ വഗൈറ മഅറൂശാത് വന്നഖല വസ്സർഅ മുഖ്തലിഫൻ ഉക്ലുഹു വസ്സൈതൂന വറുമ്മാന മുതശാബിഹൻ വഗൈറ മുതശാബിഹ് കുലു മിൻ സമരിഹി ഇദാ അസ്മറ വആതു ഹഖ്ഖഹു യൗമ ഹസാദി വലാ തുസ്രിഫു ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിർമ്മിക്കുന്ന, ജനിപ്പിക്കുന്ന സസ്യലതാദികളെക്കുറിച്ച് പറയുകയാണ്. വഹുവല്ലദീ അൻശഅ ജന്നാതിൻ മഅറൂശാതിൻ വഗൈറ മഅറൂശാത്, പന്തലുകളിട്ട് സസ്യങ്ങൾ വളർത്തപ്പെടുന്ന തോട്ടങ്ങളുണ്ട്, പന്തലുകളിലില്ലാതെ ഉള്ള തോട്ടങ്ങളുണ്ട്. എല്ലാത്തിനെയും സൃഷ്ടിച്ചവൻ അല്ലാഹു അത്രേ. വന്നഖ്ല വസ്സർഅ മുഖ്തലിഫൻ ഉക്ലുഹു, വ്യത്യസ്തങ്ങളായ ഫലങ്ങൾ തരുന്ന കൃഷികൾ, അതേപോലെ ഈത്തപ്പനകൾ, ഇതിനെയൊക്കെ പടച്ചത് അല്ലാഹു അത്രേ. വസ്സൈതൂൻ വറുമ്മാൻ, ഒലീവ്, അതേപോലെ റുമ്മാൻ, മാതളം, ഇതിനൊക്കെ പടച്ചത്. മുതശാബിഹൻ വഗൈറ മുതശാബിഹ്, അവ പരസ്പരം തുല്യത തോന്നും, സാദൃശ്യം തോന്നും, പക്ഷേ അവയ്ക്ക് യാതൊരുവിധ തുല്യതയുമില്ല. അങ്ങനെ റുമ്മാനുകൾ, സൈത്തൂനുകൾ, വ്യത്യസ്ത കായ്കനികളുള്ള വിളകളുള്ള കൃഷികൾ, ഈത്തപ്പനകൾ, പന്തലിൽ പടർത്തിയ തോട്ടങ്ങൾ, പടർത്താതെയുള്ള തോട്ടങ്ങൾ, ഇങ്ങനെയൊക്കെ സൃഷ്ടിച്ചവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ന് പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എങ്ങനെയാണ് ഭൂമിയെ സസ്യലതാദികളാൽ സജീവമാക്കിയത്? ഹുവല്ലദീ അൻസല മിനസ്സമാഇ മാഅ ലക്കും മിൻഹു ശറാബുൻ വമിൻഹു ശജറുൻ ഫീഹി തുസീമൂൻ യുംബിതു ലക്കും ബിഹി الزرع والزيتون والنخيل والأعناب ومن كل الثمرات إن في ذلك لآية لقوم يتفكرون. അല്ലാഹു അത്രേ മീതെ നിന്ന് മഴയെ അവതരിപ്പിച്ചവൻ. ലക്കും മിൻഹു ശറാബുൻ, ആ മഴയിൽ നിന്നാണ് നിങ്ങൾക്ക് പാനജലമുള്ളത്. വമിൻഹു ശജറുൻ ഫീഹി തുസീമൂൻ, അതിൽ നിന്നാണ് നിങ്ങൾക്ക് വൃക്ഷങ്ങളും സസ്യലതാദികളും ഉള്ളത്, അതിനാണ് നിങ്ങൾ നിങ്ങളുടെ കാലികളെ മേച്ചുകൊണ്ടിരിക്കുന്നത്. യുംബിതു ലക്കും ബിഹി الزرع, ആ മഴയിലൂടെ അല്ലാഹു നിങ്ങൾക്ക് കൃഷികളെ മുളപ്പിക്കുന്നു. വസ്സൈതൂൻ, ഒലീവുകൾ, വന്നഖീൽ, ഈത്തപ്പനകൾ, വൽ അനാബ്, മുന്തിരികൾ, വമിൻ കുല്ലി സമറാത്ത്, എല്ലാവിധ ഉൽപ്പന്നങ്ങളും കായ്കനികളും ഫലങ്ങളും പൂക്കളും പഴങ്ങളുമൊക്കെ. ഇന്ന ഫീ ദാലിക ലആയത്തൻ ലിഖൗമി യതഫക്കറൂൻ, ചിന്തിക്കുന്ന ആളുകൾക്ക് ഇതിൽ തികഞ്ഞ ദൃഷ്ടാന്തമുണ്ട് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്.
الذي أنزل من السماء ماء فأخرجنا به نبات كل شيء فأخرجنا منه خضرا نخرج منه حبا متراكبا ومن النخل من طلعها قنوان دانية وجنات من أعناب والزيتون والرمان مشتبها وغير متشابه انظروا إلى ثمره إذا أثمر وينعي إن في ذلكم لآيات لقوم يؤمنون. അല്ലാഹു സുബ്ഹാനഹു വ തആല എങ്ങനെയാണ് ഭൂമിയെ സജീവമാക്കുന്നത്? അതിൽ മറ്റൊരു വചനമാണിത്. എത്രയെത്ര ദൃഷ്ടാന്തങ്ങളെയാണ് അള്ളാഹു ഇവിടെയൊക്കെ എണ്ണുന്നത്. മീതെ നിന്ന് മഴയെ അവതരിപ്പിച്ചവനാകുന്നു അള്ളാഹു. ഫഅഖ്റജ്നാ ബിഹി നബാത കുല്ലി ഷൈഇൻ, ആ മഴയിലൂടെ അള്ളാഹു എല്ലാ സസ്യങ്ങളുടെയും മുളയെ പുറത്തു കൊണ്ടുവരുന്നു. ഫഅഖ്റജ്നാ മിൻഹു ഖദിറൻ നുഖ്രിജു മിൻഹു ഹബ്ബൻ മുതറാകിബ, അള്ളാഹു പറയുന്നു ആ വെള്ളത്തിൽ നിന്നാണ് അള്ളാഹു പച്ച പിടിച്ച ചെടികളെ പുറത്തു കൊണ്ടുവരുന്നത്. ആ ചെടികളിൽ നിന്നാണ് തിങ്ങി നിറഞ്ഞ ധാന്യങ്ങളെ അള്ളാഹു പറയുകയാണ് നാം ഉൽപ്പാദിപ്പിക്കുന്നത്. വമിനൻ നഖ്ലി മിൻ തൽഇഹാ ഖിൻവാനുൻ ദാനിയ, ഈത്തപ്പനകളിൽ നിന്ന് അതിൻ്റെ കുലകളിൽ നിന്ന് തൂങ്ങിക്കിടക്കുന്ന ഈത്തപ്പന കുലകളെ നാം ഉൽപ്പാദിപ്പിക്കുന്നു. അതേപോലെ വജന്നാത്തിൻ മിൻ അനാബിൻ, മുന്തിരികളുടെ തോട്ടങ്ങൾ, വസ്സൈത്തൂൻ, ഒലീവിൻ്റെയും, വറുമ്മാൻ, മാതളത്തിൻ്റെയും ഒക്കെ തോട്ടങ്ങൾ, മുഷ്തബിഹൻ വഗൈറ മുതശാബിഹ്, തുല്യത തോന്നുന്നവയാണിവ, പക്ഷേ ഇവയൊന്നും ഒരുപോലെയല്ല അതിൻ്റെ വലിപ്പത്തിൽ, രുചിയിൽ, ഫലത്തിലൊക്കെ. എന്നിട്ട് അള്ളാഹു പറയുകയാണ് ഉൻദുറു ഇലാ സമരിഹി ഇദാ അസ്മറ വയൻഇ, ഇതിൻ്റെയൊക്കെ ഫലങ്ങൾ അത് ഫലിക്കുമ്പോൾ അതിലേക്കൊന്ന് നോക്കൂ. പിന്നെ അതിൻ്റെ വളർച്ചയും ആ ഫലങ്ങളുടെയൊക്കെ പൂർണ്ണതയും അതിലേക്ക് നോക്കൂ. ഇന്ന ഫീ ദാലികും ലആയാത്തിൻ ലിഖൗമി യുഅ്മിനൂൻ, വിശ്വാസികൾക്ക് ഇതിലൊക്കെ ദൃഷ്ടാന്തങ്ങളുണ്ട് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല മഴയിലൂടെ, വെള്ളത്തിലൂടെ ഭൂമിയെ അതിൻ്റെ നിർജീവതക്കപ്പുറം സജീവമാക്കുമ്പോൾ അതെങ്ങനെ, അതിൽ ദൃഷ്ടാന്തങ്ങൾ എങ്ങനെ, ഇതൊക്കെ ബോധ്യപ്പെടാനാണ് ഇത്തരം മഹൽ വചനങ്ങൾ. ഓരോ വൃക്ഷങ്ങളുടെയും ഫലങ്ങൾ, അതിൻ്റെ ഉപയോഗങ്ങൾ, അതിലടങ്ങിയ ഗുണങ്ങൾ, അതിൻ്റെ ധർമ്മങ്ങൾ എത്രയെത്ര. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഈത്തപ്പനയുടെ ഒരു കാമ്പ് തിന്നുകയായിരുന്നു. ഈത്തപ്പനയുടെ മണ്ടയിൽ പട്ട വളരുന്ന സ്ഥലം, അതിന് ജുമ്മാർ എന്നാണ് പറയുക, അത് തിന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടുന്ന് പറഞ്ഞു ഇന്ന മിന ശജരി ശജറതൻ ലാ യസ്ഖുതു വറഖുഹ, മരങ്ങളിൽ ഒരു മരമുണ്ട് അതിൻ്റെ ഇലകൾ പൊഴിയില്ല. തൂത്തി ഉകുലഹ കുല്ല ഹീനിൻ, അതിൻ്റെ ഫലം എല്ലായ്പ്പോഴും അത് നൽകിക്കൊണ്ടിരിക്കും. വ ഇന്ന ഹ മസലുൽ മുസ്ലിം, ആ മരമാണ് ഒരു മുസൽമാൻ്റെ ഉപമ. വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ് മാ അഖത്ത മിൻഹാ മിൻ ഷൈഇൻ നഫഅക്, ആ മരത്തിൽ നിന്ന് നീ എന്ത് സ്വീകരിച്ചാലും, അതിൻ്റെ കാണ്ഡം സ്വീകരിച്ചാലും, അതിൻ്റെ പട്ട സ്വീകരിച്ചാലും, അതിൻ്റെ പോള സ്വീകരിച്ചാലും, അതിൻ്റെ ഫലം സ്വീകരിച്ചാലും ഒക്കെ നിനക്ക് ഉപകാരമേ ഉണ്ടാകൂ. അങ്ങനെയുള്ള ഒരു മരമുണ്ട്, മുസൽമാൻ്റെ ഉപമ അതാണ് എന്നാണ് പറയുന്നത്. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു ആ മരം ഏതെന്ന് നിങ്ങൾ എന്നോട് പറയൂ. ഈ സംഭവം ഉദ്ധരിക്കുന്ന അബ്ദുല്ലാഹ് ഇബ്നു ഉമർ പറയുകയാണ് ആളുകൾ പല മരങ്ങളെയും, താഴ്വാരങ്ങളിൽ കാണുന്ന പല മരങ്ങളെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് എണ്ണി പറഞ്ഞു. സദസ്സിൽ അബൂബക്കറുണ്ട്, ഉമറുണ്ട്, അവരൊന്നും സംസാരിച്ചതുമില്ല. തിരുനബിയുടെ ഈ ഒരു ചോദ്യം കേട്ടപ്പോൾ എനിക്ക് മനസ്സിൽ അന്നഹൻ നഖ്ല, അത് ഈത്തപ്പനയാണ് എന്നത് തോന്നി. ഞാനത് പറയാൻ ഭാവിച്ചു. പക്ഷെ ഞാൻ ആ ആൾക്കൂട്ടത്തിൽ ഏറ്റവും ചെറിയ പ്രായക്കാരനാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ലജ്ജിക്കുകയും മൗനം ദീക്ഷിക്കുകയും ചെയ്തു. ആളുകൾ പല മരങ്ങൾ പറഞ്ഞെങ്കിലും അതൊന്നും ശരിയായിരുന്നില്ല. പിന്നെ ആളുകൾ അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അഖ്ബിർനാ ബിഹാ യാ റസൂലല്ലാഹ്, തിരുദൂതരെ നിങ്ങൾ തന്നെ അതിന് പറഞ്ഞു തന്നാലും എന്ന് പറഞ്ഞപ്പോൾ തിരുനബി പറഞ്ഞു ഹിയൻ നഖ്ലത്തു, അത് ഈത്തപ്പനയാണ് എന്ന് പറഞ്ഞു. ഒരു ചരിത്ര സംഭവമാണത്. അതിനെ തുടർന്ന് ചില വിഷയങ്ങളുണ്ട്. ഞാനിവിടെ ഇത് പറഞ്ഞത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയെ സജീവമാക്കുന്നു. എങ്ങനെ? സസ്യലതാദികളാൽ. ഈ സസ്യങ്ങളിൽ ഗുണങ്ങൾ എത്രയാണ്, ദൃഷ്ടാന്തങ്ങൾ എത്രയാണ്, അതിൽ എത്രമാത്രം അത്ഭുതങ്ങളാണ്. ഇത് നമ്മൾ അന്വേഷിക്കുമ്പോൾ ഇത്തരം സംഭവങ്ങൾ നമുക്ക് കുറേ ഈ വിഷയത്തിൽ തെളിവുകൾ തരുന്നു, അറിവുകൾ തരുന്നു എന്നുള്ളതാണ്. നമ്മൾ പറഞ്ഞില്ലേ, തൊട്ടടുത്ത് കിടക്കുന്ന സ്ഥലങ്ങൾ, തോട്ടങ്ങൾ, അതിൽ സസ്യലതാദികളുടെ വൈവിധ്യങ്ങൾ, അതിലേക്ക് പെയ്യുന്നത് ഒരു മഴയാണ്. അതിൽ കുടിപ്പിക്കപ്പെടുന്നതും നനക്കപ്പെടുന്നതും ഒരേ വെള്ളമാണ്. പക്ഷേ വ്യത്യസ്തങ്ങളായ കനികൾ വിളയുന്നു, വിളകൾ കൊയ്യപ്പെടുന്നു. വലിപ്പത്തിലും നിറത്തിലും രുചിയിലും ഒക്കെ എത്രയെത്ര വ്യത്യസ്തതകൾ, എത്രയെത്ര വൈവിധ്യങ്ങൾ, എത്രയെത്ര തരങ്ങൾ. ഇതൊക്കെ നമ്മൾ ഏവരും ആലോചിക്കേണ്ട, ചിന്തിക്കേണ്ട വിഷയമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എങ്ങനെ മഴയിലൂടെ മണ്ണിനെ സജീവമാക്കുന്നു എന്നത് ആലോചിക്കുമ്പോൾ, ഇതിൽ ദൃഷ്ടാന്തമുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോൾ, ആ ദൃഷ്ടാന്തങ്ങളെ നമ്മൾ അന്വേഷിക്കുമ്പോൾ, ഒരു തിരുമൊഴിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 4 കായ്കളെക്കുറിച്ച്, കനികളെക്കുറിച്ച്, ഫലങ്ങളെക്കുറിച്ച് പറയുകയുണ്ടായി.
ഒന്ന് ഉത്റുജ്ജ, മറ്റൊന്ന് തമ്ര, പിന്നൊന്ന് റൈഹാന, പിന്നൊന്ന് ഹംദല. ഉത്റുജ്ജ മാതള നാരങ്ങയാണ്, തമ്രത്ത് കാരക്കയാണ്, റൈഹാന തുളസിയാണ്, ഹംദല ആട്ടങ്ങയുമാണ്. ഇതൊക്കെ ഒരു തോട്ടത്തിൽ കാണപ്പെടുന്ന വിളകളാണ്, സസ്യങ്ങളും ഫലങ്ങളുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ നാലിനെയും പറഞ്ഞപ്പോൾ 4 കൂട്ടരെ ഉപമിക്കാനും 4 കൂട്ടരുടെ പ്രത്യേകതകൾ വായിക്കാനും വേണ്ടിയാണിത് പറഞ്ഞത്. ഉത്റുജ്ജയെക്കുറിച്ച് പറഞ്ഞത്, മാതള നാരങ്ങയെക്കുറിച്ച് പറഞ്ഞത് തഅമുഹ തയ്യിബുൻ വരീഹുഹ തയ്യിബുൻ, അതിൻ്റെ രുചി നല്ലതാണ്, മണവും നല്ലതാണ്. തമ്രയെക്കുറിച്ച് പറഞ്ഞപ്പോൾ, കാരക്കയെക്കുറിച്ച് പറഞ്ഞപ്പോൾ തഅമുഹ തയ്യിബുൻ, അതിൻ്റെ രുചി വിശിഷ്ടാണ്. വല റീഹ ലഹ, പക്ഷെ അതിന് മണമല്ല, അത് സുഗന്ധം പൊഴിക്കുന്നതോ പരിമളം പരത്തുന്നതോ അല്ല. റൈഹാനയെക്കുറിച്ച് പറഞ്ഞപ്പോൾ, തുളസിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ റീഹുഹ തയ്യിബുൻ വ തഅമുഹ മുറുൻ, അതിൻ്റെ മണം സുഗന്ധപൂരിതാണ്, പരിമളമാണ്, പക്ഷെ അതിൻ്റെ രുചി കയ്പാണ്. ഹംദലയെക്കുറിച്ച് പറഞ്ഞു, ആട്ടങ്ങ, അതിന് മണമില്ല കാരക്കയെ പോലെ, പക്ഷേ കാരക്കയ്ക്ക് തഅമുഹ തയ്യിബുൻ, നല്ല ടേസ്റ്റാണ്. എന്നാൽ ഹംദല ആട്ടങ്ങ തഅമുഹ മുറുൻ, അത് കയ്പാണ്, അതിൻ്റെ രുചി അസഹ്യാണ്, തിന്നാൻ പറ്റൂല. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുകയും അതുകൊണ്ട് കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്നവരുടെ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപമയായി പറഞ്ഞതാണ് ഈ ഒരു വിഷയം. ഈമാനിൻ്റെയും അമലിൻ്റെയും വിഷയത്തിൽ വിശ്വാസിയും കപടനും അവർക്കുള്ള ഉപമയായി അലി റളിയല്ലാഹു തആല അൻഹുവും ഈ ഉത്റുജ്ജയും തമ്രയും റൈഹാനയും അതേപോലെ ഹംദലയും ഉദ്ധരിച്ചത് നമ്മൾ ഹദീസുകളിൽ വായിക്കും. നമ്മുടെ വിഷയം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയെ സജീവമാക്കുമ്പോൾ, മഴ പെയ്യിച്ച് സസ്യശ്യാമളമാക്കുമ്പോൾ അതിലെ ദൃഷ്ടാന്തങ്ങൾ എങ്ങനെ എന്നുള്ളതിലേക്ക് ചില ചിന്തകളാണ്, ചില ഉദാഹരണങ്ങളാണ് ഇവിടെ ഉണർത്തുന്നത്. ദൃഷ്ടാന്തങ്ങളും ചിന്തിക്കുവാനുള്ള വിഷയങ്ങളും പലതാണ് ഇത്തരം വചനങ്ങളിലൊക്കെ ഉള്ളത്. ചിലതൊക്കെ ഇവിടെ ഒന്ന് ഉണർത്തി പോകുന്നു എന്ന് മാത്രം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു വചനം, അതിൽ ദൃഷ്ടാന്തങ്ങൾ ഇങ്ങനെ 9 എണ്ണം എണ്ണി ല ആയാതിൻ ലിഖൗമി യഅഖിലൂൻ എന്ന് പറഞ്ഞ് ഈ വചനം അവസാനിപ്പിക്കുമ്പോൾ, ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തങ്ങൾ എന്ന് പറഞ്ഞപ്പോൾ അതേതൊക്കെ വിഷയങ്ങളിൽ എന്ന് നമ്മൾ കുറച്ചൊക്കെ അറിയേണ്ടതുണ്ട്, ബോധ്യപ്പെടേണ്ടതുണ്ട്. അതിനാലാണ് ഇതൊക്കെ ഉണർത്തുന്നത്. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് തുടർന്ന് ആയത്തിൻ്റെ ബാക്കി ഭാഗമാണ്. വബസ്സ ഫീഹാ മിൻ കുല്ലി ദാബ്ബ. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് തുടർന്ന് പഠിക്കാം. ബിഇദ്നില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.